അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വളരെ ചെറിയ പ്രായമുള്ള 9 വയസ്സോ മറ്റോ പ്രായമുണ്ടായിരുന്ന കാലം മഹാനായ നബിതങ്ങളുടെ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ തങ്ങൾ പറഞ്ഞു, യാ ഗുലാം, അല്ലയോ ചെറുപ്പക്കാരാ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ? യാത്രയിലാണ്, ഒട്ടകപ്പുറത്താണ്, എങ്ങനെ ഇറങ്ങി ഓടൂല, അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റും. യാത്രയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാലോ. യാ ഗുലാം, ഏ ചെറുപ്പക്കാരാ. ഗുലാം എന്ന് പറഞ്ഞ യങ് മാൻ. പക്ഷേ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ 9 വയസ്സായിട്ടുള്ളൂ, യങ് മാൻ എന്ന് വിളിക്കാനായിട്ടില്ല. പക്ഷേ നീ ഒരു ആൺകുട്ടിയാണ് എന്ന് ചെറിയ കുഞ്ഞിനെ അവനൊരു ഇൻസ്പിറേഷൻ കൊടുക്കണം. അവരൊന്ന് പൊക്കലാണ്. അവര് ഞാനൊക്കെ ആൺ തന്നെയാണല്ലേ, യാ ഗുലാം. ആ വിളിയിൽ തന്നെ ഒരു സന്തോഷമുണ്ട്. സന്തോഷത്തോടെ വിളിക്കുക. നീയൊക്കെ നല്ല 1-ാം നമ്പർ ആൺകുട്ടിയല്ലേ, നീയൊക്കെ ഒരു പുരുഷനാണല്ലോ എന്നൊരു ചെറുപ്പക്കാരനോട് പറയുമ്പോൾ അവനിലൊരു പൗരുഷം ഉണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ യാ ഗുലാം, ഏ ചെറുപ്പക്കാരാ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഏതാനും വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം, അത് മറക്കരുത് മോനെ. അത് മറന്നില്ല ഇബ്നു അബ്ബാസ് എന്നവർ ലോകങ്ങൾക്ക് കൈമാറപ്പെടുന്ന ഹദീസായി മഹാനായ ഇമാമുന തുർമിദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അഇമ്മത്തുകൾ അവരുടെ സുനനുകളിൽ രേഖപ്പെടുത്തി വെച്ച സ്വഹീഹായ ഹദീസ്, യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിക്ക്, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ആർക്കും നിന്നെ സംരക്ഷിക്കാൻ കഴിയില്ല. നിന്നെ സംരക്ഷിക്കുന്നത് അല്ലാഹു മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നീ സൂക്ഷിച്ച് ജീവിക്കണേ. ഹറാമുകൾ ചെയ്യരുതേ, തിന്മകളിലേക്ക് പോവരുതേ. നിന്റെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ, നിന്റെ വാട്സപ്പും നിന്റെ ഫേസ്ബുക്കും നിന്റെ സോഷ്യൽ മീഡിയയും നീ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. തജിദുഹു തുജാഹക, നിനക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലാഹു നിന്റെ മുമ്പിൽ വരും. നിനക്ക് റബ്ബിനെ മുമ്പിൽ കാണാൻ കഴിയുന്ന പോലെ അല്ലാഹു നിന്റെ കൂടെയുണ്ടാകും. എത്ര മനോഹരമായ വാക്കുകളാണ്. യഹ്ഫദില്ലാഹ യഹ്ഫദക്, beware of Allah and Allah will protect you. Yahfazillah tajiduhu tujahak, be conscious of Allah and you can see Allah right in front of you. നിന്റെ കൺമുമ്പിൽ നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും. കഴിഞ്ഞിട്ടില്ല. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുന്നത് അല്ലാഹുവിനോട് ചോദിക്കണേ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായമർത്ഥിക്കുന്നത് അല്ലാഹുവിനോട് സഹായമർത്ഥിക്കണമേ. ലോകത്ത് അല്ലാഹു ഏതൊരാൾക്കും കഴിവ് നൽകിയിട്ടുണ്ടെങ്കിലും ആ കഴിവുകളുടെ എല്ലാം ഉടമസ്ഥനായ അല്ലാഹു, ആ റബ്ബുൽ ഇസ്സത്ത് വിചാരിച്ചാലല്ലാതെ ഒരാൾക്കും ഒന്നുമേ നിനക്ക് ചെയ്തു തരാൻ കഴിയില്ല. അതുകൊണ്ട് നീ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കണമേ. വഅലം, അറിയണം മോനെ, അന്നൽ ഉമ്മത ലബിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് വിചാരിച്ച് അവരെല്ലാം ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക. ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹു നിനക്ക് വേണ്ടി നിശ്ചയിച്ചതല്ലാതെ അവരാരെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല. അതിലേറെ ഒന്നും അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല. ചിലപ്പോ പറയില്ലേ ചില ആളുകൾ, കല്യാണത്തിന് സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ആകെ 2 പവനാ എനിക്ക് കിട്ടിയത്. എന്തുകൊണ്ട്? അല്ലാഹു അത്രയേ നിങ്ങൾക്കതിൽ കണക്കാക്കിയിട്ടുള്ളൂ. ചിലർ വിചാരിച്ചു വീട് എനിക്ക് അവർ വെച്ചു തരുമെന്ന്, പക്ഷെ ആകെ തറയല്ലേ അവരെനിക്ക് വെച്ചു തന്നിട്ടുള്ളൂ. അത്രയേ അല്ലാഹു നിനക്ക് കണക്കാക്കിയിരുന്നുള്ളൂ. ആവേശത്തിൽ ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട്, പക്ഷേ അല്ലാഹു കണക്കാക്കിയതേ നടക്കൂ. അതുപോലെ ഇബ്നു അബ്ബാസേ, വലബിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, ജനങ്ങളെല്ലാവരും കൂടി നിന്നെ പിടിക്കണമെന്നും
നിന്നെ നാണം കെടുത്തണമെന്നും നിന്നെ അപമാനിക്കണമെന്നും വിചാരിച്ച് എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു എന്നിരിക്കട്ടെ, അല്ലാഹുവായിട്ട് തീരുമാനിച്ചതല്ലാതെ ഒരാളെ കൊണ്ടും നിന്നെ അപമാനിക്കാൻ കഴിയില്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, പേജുകൾ ഉണങ്ങിയിരിക്കുന്നു. ഇബ്നു അബ്ബാസേ, നടക്കാൻ പോകുന്ന വിഷയങ്ങൾ അല്ലാഹു കാലത്തിലെ രേഖപ്പെടുത്തി വെച്ചു കഴിഞ്ഞു. ഇനി അതിൽ മാറ്റമില്ല. അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ് മോനെ ഇവിടെ നടക്കുന്നത്. ഒരാൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ട് നീ പരിപൂർണമായും അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്കണേ. അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഈ ഹദീസാണ് സുഫിയാനു സൗരിയെ ഇത്രത്തോളം മുമ്പോട്ടെത്തിച്ചത്. ഈ ഹദീസാണ് സുഫിയാൻ ഇബ്നു സഈദ് സൗരിയെ ഇറാഖിൽ നിന്ന് യമന് വരെ ഓടിപ്പോകുമ്പോഴും അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ സംരക്ഷിക്കും. തന്നെ കൊല്ലാൻ വന്ന അബൂ ജഅഫറുൽ മൻസൂർ വന്നപ്പോൾ, അല്ലാഹുവേ നിന്നോട് സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, അബൂ ജഅഫറുൽ മൻസൂർ മക്കയിലേക്ക് കടക്കരുത് പറഞ്ഞ പോലെ അല്ലാഹുവിനെ പിടിച്ചു വെച്ചില്ലേ? റൂഹാണ് പിടിച്ചു വെച്ചത്, റൂഹ് തന്നെ പിടിച്ചില്ലേ? ഇത് അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിമാനികൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഇവിടെ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിച്ചുവല്ലോ, അതദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് ഏറ്റവും വലിയ പാപ്പരായവൻ? ആരാണ് മുഫ്ലിസ്? ഇപ്പൊ ഗൾഫിലായിരുന്നു, അല്ലെ നാട്ടിൽ തന്നെ ബിസിനസ് ആയിരുന്നു, എല്ലാം തകർന്നു. അങ്ങനെ ഉണ്ടാവും കുറെ ആളുകൾ. തകർന്ന് ഇനി ഒരിക്കലും ഈ പടുകുഴിയിൽ നിന്ന് എണീക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അത്രമേൽ കടബാധ്യതകൾ, അത്രമേൽ പ്രയാസം. അങ്ങനെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹുമ്മ കുല്ലഹും, പടച്ചവനെ നീ അവരോടൊപ്പം നിൽക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ചെയ്തു പോയ തെറ്റുകൾ നീ അവർക്കും ഞങ്ങൾക്കും മാപ്പ് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സങ്കടമായി പോകും. ഒരാളുടെ ജീവിതത്തിന്റെ ഒരു അനുഭവം. എത്ര പേജായിരുന്നു? 17 പേജ്. 17 പേജ് എനിക്ക് എഴുതി തന്ന് അയാളുടെ ജീവിതത്തിന്റെ ഒരു ട്രാജഡി. സുബ്ഹാനല്ലാഹ്, ട്രാജഡി ആഫ്റ്റർ ട്രാജഡി, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. അങ്ങനെ ഭൂമിയിലും ആകാശത്തുമല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട്, കുടുംബവും സമ്പത്തും സമ്പാദ്യവും വലിയ മരമിൽ അടക്കമുള്ളത് കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട്, കുടുംബവും കൈയൊഴിഞ്ഞ് ഇനി എനിക്കാര് എന്ന് ചിന്തിച്ച് നടക്കുന്ന വളരെ ദയനീയമായ, എനിക്ക് തോന്നുന്നതിന് സമാനമായത് നമ്മുടെ നാടുകളിലൊന്നും കേട്ടിട്ട് പോലുമില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളിൽ അല്ലാഹു അദ്ദേഹത്തിന് സലാമത്ത് നൽകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. എത്ര പ്രയാസമുള്ള ആളുകൾ, എത്ര പ്രയാസമുള്ള ആളുകൾ. ആരാണ് മുഫ്ലിസ്? അവരാണോ പാപ്പരായവർ? ആരാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ? തീരെ ഫുലൂസ് ഇല്ലാത്ത ആള്. ഫുലൂസ് പറ്റ തീർന്നിട്ടുണ്ട് മുഫ്ലിസ്. അവര് പറഞ്ഞു, നബിയേ, ഞങ്ങളിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ മല്ലാ ദിർഹമ ഇൻദഹു വലാ ദീനാർ, ഒരു സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ, അന്നത്തെ കറൻസി അതാണ്, അന്ന് നോട്ടില്ല, ദീനാറ് ദിർഹം, ഇതൊന്നും കയ്യിലില്ലാത്ത പച്ചപ്പാവത്തിനാണ് ഞങ്ങൾ മിസ്കീനും ഫഖീറും മുഫ്ലിസും എന്നൊക്കെ പറയാം. ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാൻ പറയുന്നത് പൈസയുടെ കാര്യമല്ല. എൻ്റെ ഉമ്മത്തികളിൽ ചില മിസ്കീന്മാർ നാളെ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ ഒരുപാട് നിസ്കാരവും ഒരുപാട് നോമ്പും ഒരുപാട് സകാത്തും കൊണ്ടുവരുന്ന ആളുകൾ. വലാകിൻ യഅതി വഖദ് ശതമ ഹാദാ, അവൻ വരുമ്പോൾ തന്റെ നാട്ടിലുള്ള ഒരുത്തനെ പറ്റി വേണ്ടാത്തത് പറഞ്ഞു വരത്തിയിരുന്നു. ഒരു പെണ്ണിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു. ഒരാണിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു. അടിപിടി കേസിൽ പ്രതിയാണ്. ഏതോ ഒരാളിന്റെ ജോലിക്കാരനായി ജോലി ചെയ്തിരുന്ന കാലത്ത് ശമ്പളം നിശ്ചയിച്ചതിൽ നിന്നും ഏറെ കൈപ്പറ്റിയിരുന്നു. സ്വന്തം മസാല ഉണ്ടാക്കലാണ്. എന്റെ മുതലാളിക്ക് എത്ര ഉണ്ടെങ്കിൽ എനിക്ക് തന്നൂടെ? ഇപ്പോ 1000 റിയാൽ ശമ്പളം ശരി തന്നെയാണ്, എനിക്ക് 2000 തരാൻ മുപ്പർക്ക് ഒപ്പുണ്ടല്ലോ, ഞാനല്ലേ മുപ്പർക്ക് 5000 ഉണ്ടാക്കി കൊടുക്കുന്നത്, അപ്പൊ കിടക്കട്ടെ ഒരു 1000 കൂടെ എക്സ്ട്രാ. അങ്ങനെ സ്വന്തം മസാല ഉണ്ടാക്കിയിട്ട് ശമ്പളത്തിലേറെ പോക്കറ്റ് കിടുക, അങ്ങനെ മുപ്പറിനെ ജസ്റ്റിഫൈ ചെയ്യുക, അത് എന്നെ കൊണ്ടാണല്ലോ. പറ്റില്ല. എത്രത്തോളം എന്നാൽ
നിങ്ങൾക്ക് മുതലാളി ശമ്പളം തരാനുണ്ട്, ആ മുതലാളിയുടെ ജോലിക്കാരനാണ് നിങ്ങൾ. കട ക്ലോസ് ചെയ്യുമ്പോൾ എൻ്റെ ശമ്പളം മുതലാളി തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ശമ്പളം എടുക്കുകയാണ് എന്ന് പറഞ്ഞ് സ്വന്തം ഹക്ക് അയാളുടെ സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ പണ്ഡിതപക്ഷം. ന്യായം കൊണ്ട് നോക്കിയേ എടുക്കാൻ പറ്റും. കാരണം എൻ്റെ സമ്പത്ത്, എൻ്റെ അർഹമായ സാലറി അയാൾ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അയാളുടെ പൈസ ഞാൻ എടുക്കുന്നു. പക്ഷേ അയാളുടെ സമ്മതമില്ലാതെ എടുക്കരുത്. അയാൾ തരാത്തത് അയാൾ ചെയ്ത കുറ്റമാണ്. പക്ഷെ നമ്മൾ ഒരു കുറ്റത്തെ മറ്റൊരു കുറ്റം കൊണ്ട് നേരിടരുത്. നമ്മൾ സമ്മതമില്ലാതെ ചെയ്യുന്നതും ഒരു കുറ്റമാണ്. അങ്ങനെ ഒരുപാട് നോമ്പും നിസ്കാരവും സകാത്തും സ്വതക്കയും ചെയ്ത ആളുകൾ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു വന്നവർ, അടിപിടി കേസ് ചെയ്തവർ, മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി കൈപ്പറ്റിയ ആളുകൾ, അങ്ങനെ ആ മനുഷ്യന്റെ എല്ലാ നന്മയും ആരെല്ലാം ഖിസാസ് നൽകാൻ വേണ്ടി പരാതിയുമായി വന്നിട്ടുണ്ടോ അവർക്ക് നൽകുകയും എല്ലാ നന്മകളും കൊടുക്കും. അല്ലാഹുവേ, എന്നെപ്പറ്റി മോശമായത് വാട്സപ്പിൽ വിട്ട ആളാണിവൻ, കൊടുക്ക് നിന്റെ സ്വതക്ക, നിന്റെ നിസ്കാരം, നിന്റെ തറാവി, കൊടുക്ക് നിന്റെ മജ്ലിസുന്നൂർ, കൊടുക്ക് നിന്റെ ദിക്ർ, കൊടുക്ക് നിന്റെ സ്വലാത്ത്. അപ്പൊ അടുത്ത ആൾ വരും, അല്ലാഹുവേ എന്നെപ്പറ്റി മോശമായത് ഒരു ക്ലിപ്പ് ഉണ്ടാക്കി വിട്ട ആളാണവൻ, കൊടുക്കടോ നിന്റെ കയ്യിൽ നിന്ന്, കൊടുക്ക് 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 കൊടുക്ക്. എലക്ക തീർന്നു. ഈ വാട്സപ്പ് കൊണ്ട് നമ്മളെ മൊത്തം അമല് പോകണ്ടാവും. ചിലപ്പോൾ ചില വീഡിയോസ് ഫോർവേഡ് ചെയ്യുമ്പോൾ, ചില വീഡിയോസ് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയെല്ലാം തീർന്നിട്ടും പരാതിക്കാർ ബാക്കിയാവുമ്പോൾ അല്ലാഹു തആല പറയും, അവര് ചെയ്ത തെറ്റ് നീ ഏറ്റെടുക്കണം. അങ്ങനെ എല്ലാ നന്മകളും ഉണ്ടായിരുന്ന മനുഷ്യൻ നാവ് ക്ലിയർ അല്ലാത്തതിന്റെ പേരിൽ, സമ്പത്തിൽ ശുദ്ധിയില്ലാത്തതിന്റെ പേരിൽ, അന്യായങ്ങളും അതിക്രമങ്ങളും ചെയ്തതിന്റെ പേരിൽ തന്റെ നന്മ നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല, മറ്റുള്ളവന്റെ തിന്മകൾ ഏറ്റെടുക്കേണ്ടി വരികയും എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് പാപ്പറുകളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോലെ കയ്യിലില്ലാത്തവരാരാണുള്ളത്? എത്ര വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിക്കുന്നത്. ഈ ലോകത്തെ കഷ്ടപ്പാടുകൾ ഇവിടം കൊണ്ട് തീരും, എന്നാൽ പരലോകത്തേക്ക് വരുമ്പോൾ അന്യായം നടക്കല്ലേ. മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി തിന്ന ആളുകൾക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. ഈ ആയത്ത് ഓതുന്നു നബിതങ്ങൾ, അല്ലയോ പ്രവാചകന്മാരെ, ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. പ്രവാചകന്മാരെ എന്ന് പറഞ്ഞ അല്ലാഹു എന്താണോ നബിമാരോട് പറഞ്ഞത് അതുതന്നെയാണ് നമ്മളോടും പറയുന്നത്. കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലതേ തിന്നാവൂ. അതുകൊണ്ട് റെസ്റ്റോറന്റ് കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. കേടുവന്നതും നിസ്സാര വിലക്ക് കിട്ടുന്നതും ചത്തുപോയതും അല്ലെങ്കിൽ വിഷാംശങ്ങൾ പ്രിസർവേറ്റീവുകളായി വെച്ചിട്ട് ഷവർമ്മ കോലുകളിൽ കുത്തിവെച്ചിട്ടോ അല്ലെങ്കിൽ ചുട്ടുകൊടുത്തിട്ടോ അല്ലെങ്കിൽ മസാല പുരട്ടിയിട്ടോ ഒരു ഹലാലല്ലാത്ത ജീവിയെ, ഒരു ഹലാലല്ലാത്ത മാംസം നമ്മൾ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന കച്ചവടം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നരകത്തിന്റെ തീ കഷ്ണങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ജനങ്ങളുടെ ശരീരം കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇത്രമേൽ ക്യാൻസർ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടരാൻ കാരണം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ വന്ന വിഷബാധയല്ലേ? അതിൽ കച്ചവടക്കാർ ഒരുപോലെ ബാധ്യസ്ഥരാണ്. തരം താഴ്ന്ന സാധനങ്ങൾ കൊണ്ടുവരികയും അത് ഉയർന്ന വിലക്ക് വിൽക്കുകയും അത് വാങ്ങിക്കാൻ വരുന്ന ആളോട് നല്ലതാണ്, മുന്തിയതാണെന്ന് പറയുകയും ചെയ്ത് ജനങ്ങളുടെ കാശ് അന്യായമായി കൈപ്പറ്റുന്ന ദുർനടപ്പാണ് അത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കണം. നല്ല ഭക്ഷണം കൊടുക്കുകയും നല്ല ഭക്ഷണം നൽകി നല്ല ഭക്ഷണം വിൽപ്പന ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമുണ്ട്. കാരണം അത്താജിറു സ്വദൂഖ് മഅൻ നബിയ്യീൻ
നബിയ്യീന വൽ മുർസലീൻ, സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളുകൾ അംബിയാഇന്റെ കൂടെയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ, അബുൽ മആലി അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമുൽ ഹറമൈൻ എന്നാണ് അറിയാ. ഇമാമുൽ ഹറമൈൻ അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബാപ്പ ഈ മഹാനായ പണ്ഡിതൻ ഈ കുഞ്ഞായിരുന്ന കാലത്ത് തന്റെ ഉപ്പ വളരെ സ്വാലിഹായ ആളാണ്, ദരിദ്രനായിരുന്നു. പക്ഷേ തന്റെ ഭാര്യയോട് പറയും, പെണ്ണേ, നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും, നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും നമുക്ക് ഹലാലു മതി, ആരെയും വഞ്ചിച്ചത് നമുക്ക് വേണ്ട. അങ്ങനെ ഹലാലായ ഭക്ഷണമേ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരൂ. തന്റെ പെണ്ണിനോട് പറയുമായിരുന്നു, പെണ്ണേ, നിന്റെ മുലപ്പാലല്ലാതെ ഈ കുഞ്ഞിന് ഒരാളും പാല് കൊടുക്കരുത്. അന്നൊക്കെ അറേബ്യയിൽ വെറ്റ് നഴ്സുകളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. അയൽവാസി പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ പാല് കൊടുക്കും. അങ്ങനെ ഒരു സ്വാഭാവികമായും 5 തവണ ഒരു കുഞ്ഞിന് വയറ് നിറയുമാർ 5 തവണ ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നതിലൂടെയാണ് മുലകുടി ബന്ധമുണ്ടാകുന്നത് 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ 5 തവണയാവാതെ 1 or 2 തവണയൊക്കെ വളരെ കൂളായ ആളുകൾ ചെയ്യാറുണ്ട്. അല്ലാമ ഇമാമുൽ ഹറമൈൻ അബുൽ മആലി അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ചെറിയ കുട്ടിയാണ്, പാല് കുടിക്കുന്ന കുഞ്ഞാണ്. ഭർത്താവ് പറയും പെണ്ണിനോട്, പെണ്ണേ, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എന്നാൽ നീയല്ലാത്ത ഒരാളും ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ അനുവദിക്കരുത്. ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് വെറ്റ് നേഴ്സായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ജോലി ചെയ്യുന്നവരായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ വെറ്റ് നേഴ്സായിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ തന്നെ കടന്നു വരുന്നത്. മൂസാ നബിക്ക് പാല് കൊടുക്കാൻ അതിന് ഫറോവ കാശും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നതുപോലെ മഹാനായ അബുൽ മആലി ഇമാമുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ആ വീട്ടിൽ കരയുകയാണ്. ഉമ്മയാണെങ്കിലോ അടുക്കളയിൽ ചെന്ന് ഗസ്റ്റായി വന്ന ഈ പെണ്ണിന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടും തിരക്കിലാണ്. ആ തിരക്കിനിടയിൽ കുഞ്ഞു വല്ലാതെ കരഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെടുത്ത് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പെണ്ണ്. പെട്ടെന്ന് വീട്ടുകാരി പെണ്ണ് ഇമാം ജുവൈനിയുടെ ഉമ്മ ഓടി വന്ന് കാണുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ നിന്നിട്ടുണ്ട്. എന്തേന്ന് ചോദിച്ചു. ഞാൻ ആ കുഞ്ഞിന് പാല് കൊടുത്തു എന്ന് കൂളായി പറഞ്ഞപ്പോ ആ ഉമ്മ ദേശത്തോടുകൂടെ പറഞ്ഞു, എന്റെ ഭർത്താവ് 1 തവണയല്ല 1000 തവണ എന്നോട് പറഞ്ഞിരുന്നു, ഈ കുഞ്ഞിന് ഹലാലല്ലാത്തത് കൊടുത്തേക്കരുതേ, നീയല്ലാതെ ഒരാളും ഈ കുഞ്ഞിന് പാല് കൊടുക്കരുത്. പക്ഷേ സംഭവിച്ചു പോയി, ഇനി അതെടുക്കാൻ കഴിയില്ലല്ലോ. അല്ലാമ ജുവൈനി തങ്ങൾ നല്ല ഖണ്ഡന പ്രസംഗം നടത്തുന്ന ആളായിരുന്നു, യുക്തിവാദികളുമായി സംവദിക്കുന്ന ആളായിരുന്നു, ബിദ്അത്തുകാരോട് സംവദിക്കുന്ന മഹാപണ്ഡിതനായിരുന്നു. ഇമാമുൽ ഹറമൈൻ അൽ ഇമാമുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ സംവാദം നടക്കുന്നതിനിടയിൽ മഹാനവറുകൾക്ക് വിക്ക് വരും, വാക്കുകൾ കൃത്യമായി വരില്ല, ഇടയ്ക്ക് നാവിങ്ങനെ പെടക്കും, പറയാൻ കഴിയില്ല. അങ്ങനെ മഹാനവറുകൾ പറയുമായിരുന്നു, എന്റെ നാവിന് വന്ന ആ പിഴവ് എന്റെ ഉമ്മ അന്ന് എനിക്ക് പാല് തരേണ്ട നേരത്ത് ആ പെണ്ണെനിക്ക് പാല് തന്ന പാലിന്റെ അംശം കൊണ്ടാണ് എന്റെ നാവിനിത് സംഭവിക്കുന്നത് എന്ന് അല്ലാമത്തുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അത്രയും സംശുദ്ധമായ ഒരു പാരമ്പര്യത്തിലൂടെ വന്നപ്പോൾ ഒരു പിഴവിന്റെ കാരണം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. നമ്മൾ ഒരുപാട് പിഴവുകളിലൂടെ ഉഴലുമ്പോൾ നമുക്കറിയുന്ന പോലുമില്ല എവിടെയാണ് പിഴവെന്ന്. ഇമാം ജുവൈനി തങ്ങൾ പറയും, വേണ്ടില്ലായിരുന്നു ആ ഉമ്മ എനിക്ക് എന്റെ ഉമ്മയല്ലാത്ത ഒരാൾ പാല് തരേണ്ടതില്ലായിരുന്നു. അത് കാരണമാണ് ആ ഹറാമിന്റെ അംശം ആ ഉമ്മ തിന്നിട്ടുണ്ടോ എന്ന് ആർക്കറിയാം, അതുകൊണ്ടാണ് എന്റെ നാവിന് പെടക്കൽ വരുന്നതെന്ന് അല്ലാമത്തുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആക്ക് ഉത്തരമുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട്, അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരമുണ്ട്. ഒരു കാരണമാ പറഞ്ഞത്, കഴിക്കുന്നത് ഹലാലായിരിക്കണം,
അറിയുമോ, ഹബീബിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബിന്റെ വിരിപ്പിൽ ചിലപ്പോൾ ഈത്തപ്പഴം കാണും, കാരക്ക കാണും, ഈത്തപ്പഴം കാണും. തങ്ങൾക്ക് വിശപ്പുണ്ട്, ആ വീട്ടിലെന്ന് ഭക്ഷണം വളരെ കുറവല്ലേ. തങ്ങൾ പറയുന്നു, വിശന്ന് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വായിലേക്ക് വിശന്നിരിക്കുന്ന ഹബീബായ നബി തങ്ങൾ ആ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി വായിലേക്ക് വെക്കുമ്പോൾ തങ്ങൾ പറയും, എനിക്ക് ഓർമ്മ വരും, ഒരുപക്ഷേ ഈ കാരക്ക, ഈ ഈത്തപ്പഴം സകാത്ത് കൊണ്ടുകൊടുത്ത, ഈത്തപ്പഴത്തിന്റെ സകാത്തായി കൊടുത്ത സകാത്തിലെ ഈത്തപ്പഴത്തിൽ നിന്ന് വല്ലതും എന്റെ വീട്ടിൽ വീണുപോയതായിരിക്കാം. ലൗലാ അന്നി അഖ്ഷാ വല്ലാഹ്. ഇങ്ങനെയാണ് മുഅ്മിനെ ഈ ഹദീസൊക്കെ നമ്മൾ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കണം. വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗലാ അന്നി അഖ്ഷാ അന്നഹാ മിൻ തംരി സ്വദഖ ലഅകൽതുഹാ. ഇത് സകാത്തിന്റെ കാരക്കയാകുമോ എന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാനത് തിന്നുമായിരുന്നു. എന്നാൽ നബി തങ്ങൾ ആ കാരക്ക തിന്നാതെ സ്വദഖ ചെയ്യാൻ വേണ്ടി പറയും, പാവങ്ങൾക്ക് കൊടുക്കാൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. തങ്ങൾക്ക് വിശപ്പുണ്ട്, ഇത് സകാത്തിൻ്റെതാണെന്ന് ഉറപ്പ് പോലുമില്ല. എന്നാൽ ആകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ആ വിശന്ന് വന്ന് നേരത്ത് പോലും ഹബീബ് തിന്നുമായിരുന്നില്ല. നമുക്കറിയുമോ, ഹബീബായ നബി തങ്ങളുടെ പേരക്കിടാങ്ങളായ ഫാത്തിമ ബീവിയുടെ 2 മക്കൾ അൽ ഹസൻ വൽ ഹുസൈൻ, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന യുവാക്കളുടെ നേതാക്കന്മാരാണവർ. ആ പിഞ്ചു മക്കൾ ഹബീബിന്റെ വീട്ടിലൂടെ നടക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്ന ഈത്തപ്പഴം കിട്ടിയപ്പോ ആ ഈത്തപ്പഴം ഓരോരുത്തരും വായിലേക്ക് എടുത്ത് കഴിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടി വന്നിട്ട് ആ മക്കളുടെ വായിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, ഖഖിൻ ഖഖിൻ, മക്കളെ തുപ്പണം, മക്കളെ തുപ്പണം. ഖഖിൻ ഖഖിൻ, തുപ്പാൻ വേണ്ടി പറഞ്ഞു വിരലിട്ട് ആ കാരക്ക ഈത്തപ്പഴം നബി തങ്ങൾ വായിൽ നിന്ന് എടുക്കുകയും പിഞ്ചു പൈതങ്ങളുടെ എന്നിട്ടത് അത് മനോഹരമായി തോർത്തെടുത്ത് അത് വൃത്തിയാക്കി സ്വദഖയുടെ സകാത്തിന്റെ ഈത്തപ്പഴത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മക്കളെ അമാ അലിംത അന്നഹാ മിൻ സ്വദഖ, ഇത് സകാത്തിന്റെ ഈത്തപ്പഴമാണെന്ന് മക്കളെ നിങ്ങൾക്കറിയില്ലയോ? വഅന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങൾക്കോ മുഹമ്മദ് നബി തങ്ങളുടെ ബന്ധുക്കളായ അഹ്ലു ബൈത്തിനോ സകാത്ത് സ്വീകരിക്കാൻ പാടില്ലെന്ന് മക്കളെ നിങ്ങൾക്കറിയില്ലായിരിക്കാം. പക്ഷേ അങ്ങനെയാണ് സംഗതി. അതുകൊണ്ട് മക്കളെ നമുക്കതെടുക്കാൻ പാടില്ല. നോക്കണം, ഇസ്ലാമിലെ സകാത്ത് പോലും അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് എടുക്കാൻ പാടില്ല. സകാത്ത് ഇസ്ലാമിലെ നിയമമാക്കിയത് നബി തങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനല്ല. അങ്ങനെയാണെങ്കിൽ നബി തങ്ങൾക്ക് സകാത്ത് സ്വീകരിക്കാൻ പറ്റണം. ഹബീബിന്റെ ഭാര്യമാർ മിസ്കീന്മാരാണ്, ഹബീബിന്റെ കുടുംബം മിസ്കീന്മാരാണ്, ഹബീബിന് തന്നെയും മസ്കനത്ത് തങ്ങളുടെ കയ്യിൽ കാശില്ലല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ നിയമം സകാത്ത് നബി തങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല. സ്വദഖയോ ദാനമോ സ്വീകരിക്കാം, ഹദിയ സ്വീകരിക്കാം, സകാത്ത് സ്വീകരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പിഞ്ചു മക്കളുടെ വായിൽ നിന്ന് കൈയിട്ടിട്ടാണ് എടുത്തത്. ബഖിൻ ബഖിൻ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞിന്റെ കയ്യിൽ ഒരു പെൻസിൽ വാങ്ങിച്ചു കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ 4-5 ചുറുക്കുള്ള പെൻസിലുമായി വരുമ്പോ എന്റെ മകന്റെ സാമർത്ഥ്യം കണ്ടോ എന്നല്ല പറയേണ്ടത്. മോനെ, ആരുടെ പെൻസിലാണിത്? മോൻ എവിടെ നിന്ന് കിട്ടി? അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയണം. പിഞ്ചുമക്കൾക്കൊരു പക്ഷേ മോഷണത്തിന്റെ ഗൗരവം അറിയില്ലായിരിക്കാം. അവരുടെ ബാഗുകളിൽ, അവരുടെ സാധനങ്ങളിൽ, കളിക്കോപ്പുകളിൽ, അവരുടെ ടോയ്സുകളിൽ അവരുടേതല്ലാത്തത് കാണപ്പെടുമ്പോൾ മക്കളോട് ഉണർത്തണം, മോനെ ഇതാരുടേതാണോ അവർക്ക് തിരിച്ചു കൊടുക്കണേ എന്ന്. നമ്മുടെ പിഞ്ചുമക്കളോട് പഠിപ്പിച്ചില്ലെങ്കിൽ അവരെ നാളെ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമ് കൊണ്ടുവരാൻ ഒരുപക്ഷെ ഈ മൗനം സമ്മതം അതിന് വളം വെച്ചു കൊടുത്തേക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വരുന്നു പ്രഗൽഭനായ സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളോട് വന്നൊരു അപേക്ഷയാണ്. ഹബീബിനോട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്,
നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു ചോദ്യം, നബിയേ എന്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകണം. എവിടെ ചെന്ന് ദുആ ഇറന്നാലും അല്ലാഹു ദുആ കേൾക്കണം. അതിന് നബിയേ എനിക്കൊരു പൊരുത്തം തരുമോ നബിയേ? അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അയ്യജഅലനി മുസ്തജാബദ് ദഅവ, എന്റെ ദുആഇന് ഉത്തരം കിട്ടുന്ന ആളായി. സഅദ് ദുആ ഇറന്നാൽ ഉത്തരം വേണം. സഅദ് എവിടെന്ന് ദുആ ഇറന്നാലും ഉത്തരം വേണം. അങ്ങനെ ഒരാളായി ഞാൻ മാറണം നബിയേ. അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂലിന് ദുആ ചെയ്തു കൊടുക്കാമായിരുന്നു. പക്ഷേ തങ്ങൾ ചെയ്തത് സഅദ് റളിയല്ലാഹു അൻഹുവിന് ഒരു പണി കാണിച്ചു കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹുവിന് ഡ്യൂട്ടി കൊടുത്തു. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് അങ്ങനെ അങ്ങ് കൊടുത്തില്ല. തങ്ങൾക്ക് ദുആ ഇറന്നാൽ കിട്ടും. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, സഅദേ നിങ്ങളുടെ ദുആഇന് ഉത്തരം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു കാര്യം ചെയ്താൽ മതി, നമുക്കൊക്കെ ഉത്തരം കിട്ടും. ഈ സദസ്സിലുള്ള ഓരോ മുഅ്മിനും അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഇത് ചെയ്താൽ. തങ്ങൾ പറഞ്ഞു, അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ നിങ്ങൾ തിന്നുന്ന വസ്തുക്കള്, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഹലാലാവണം സഅദേ. അത് ആരുടേതെങ്കിലും ആവരുത്, പൊരുത്തമില്ലാത്തതാവരുത്. നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ, നിങ്ങളുടെ ജോലി ഹലാലാണെങ്കിൽ, നിങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന അന്നപാനീയങ്ങൾ ഹലാലാണെങ്കിൽ ദുആഇന് ഉത്തരമുണ്ട്. അതുകൊണ്ട് മദ്യപാനമോ മയക്കുമരുന്നോ, അങ്ങനെ ഇപ്പൊ പറയണം, മദ്യപാനമല്ല, ഇന്ന് മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളാണ്. മയക്കുമരുന്നിന്റെ ലഹരിയിൽ നമ്മുടെ ചെറുപ്പക്കാർ പെട്ടുപോയി കിടക്കുകയാണ്. അല്ലാഹു അവർക്കെല്ലാം നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദ്യപാനം മുമ്പ് അറിയുമായിരുന്നു. വർത്തമാനത്തിലും ആട്ടത്തിലുമൊക്കെ ഇന്ന് ആടലില്ല, സ്ട്രൈറ്റായിട്ട് നടക്കുകയാണ്. ഒരു മന്ദപ്പ് മാത്രമേ കാണൂ. മയക്കുമരുന്നടിച്ച ലഹരിയിലാണ്. ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല, ലഹരിയുണ്ടെന്നറിയാൻ പോലും കഴിയില്ല. നല്ലൊരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തു, നല്ല നിസ്കാരമുണ്ട്, ഏർപ്പാടൊക്കെ ഉണ്ട്, വളരെ നല്ല സ്വഭാവക്കാരൻ. ഭാര്യ സൈക്കോളജി പഠിച്ച പെണ്ണായിരുന്നു. അതിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അവൾ സൈക്കോളജി പഠിച്ച പെണ്ണാണ്. മനസ്സിലായത് മനസ്സിന്റെ നിലതെറ്റിയതല്ല, തന്റെ ചെറുപ്പക്കാരനായ ഭർത്താവ് മയക്കുമരുന്നിനടിമയാണ്. അത് ബോധ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. എന്നാൽ വീട്ടിലെ ഉമ്മാക്ക് അറിയില്ല. വാപ്പാക്ക് മോനെ കണ്ടാൽ മോൻ പെർഫെക്റ്റ് ആണ്, അവൻ വരുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോയി കിടക്കുന്നു, കോളേജിൽ പോകുന്നു, ബൈക്കെടുത്ത് പുറത്തു പോകുന്നു. പക്ഷേ അവർ കഴിക്കുന്നത് ഹറാമിന്റെ അംശങ്ങളുണ്ടെങ്കിൽ, എന്റെ ചെറുപ്പക്കാരികളെ, യുവാക്കളെ, യുവതികളെ, നിങ്ങളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് ഹറാം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ശരീരം പോയി കിടക്കാൻ നല്ലത് അല്ലാഹുവിന്റെ സ്വർഗ്ഗമല്ല. ഫന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമ്മൾ കുടിച്ച മദ്യമോ ഉപയോഗിച്ച മയക്കുമരുന്നോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അത് ശരീരത്തിന്റെ രക്തത്തിൽ കലരുന്നുണ്ട്, മാംസത്തിന്റെ ഭാഗമാവുകയാണ്. ഏതെങ്കിലും ഒരു ശരീരം ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ നല്ലത് നരകമാണ്, സ്വർഗമല്ല എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് ഓർമ്മ വരേണമേ. റസൂലുള്ളാഹി തങ്ങളോട്, നബിയേ എന്റെ ദുആഇന് ഉത്തരം വേണം നബിയേ. ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകണം. അതിന് മറുപടിയാണ് ഹബീബ് കൊടുത്തത്. സഅദേ അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, നിങ്ങൾക്ക് അല്ലാഹു ദുആഇന് ഉത്തരം തരും. അത് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണിത്. 10 സ്വഹാബിമാരിൽ അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് ഒരു ഇരുത്തത്തിൽ നബി തങ്ങൾ പേരെടുത്തു പറഞ്ഞ 10 പേർ. ഒരുപാട് സ്വഹാബിമാർക്ക് നബി തങ്ങൾ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
എന്നാൽ ഒറ്റ ഇരുത്തത്തിൽ നബിതങ്ങൾ 10 പേരുടെ പേര് പറഞ്ഞതിലുണ്ട് ഈ സഅദ് റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. ഇമാമുനാ ബൂസീരി തങ്ങൾ ബുർദയുടെ അവസാന ഭാഗങ്ങളിൽ ഈ 10 സ്വഹാബിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇത് രേഖപ്പെടുത്തിയ ഇമാമുനാ ബൂസീരി തങ്ങളുടെ മഖാം ഈജിപ്തിലാണ്, അലക്സാൻഡ്രിയയിൽ. അവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്തുണ്ട് മഹാനായ ഷാദുലി ത്വരീഖത്തിന്റെ പ്രഗൽഭനായ പണ്ഡിതൻ മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ 2 മഹാന്മാരും തൊട്ടടുത്ത അലക്സാൻഡ്രിയയിൽ, ഈജിപ്തിലെ ഖൈറോവിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറത്ത് ഇമാം ബൂസീരി തങ്ങളുടെ മഖാം. അവിടെ ബുർദയുടെ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്ന് നല്ലൊരു ബുർദയൊക്കെ ചൊല്ലി ആ മഖാമിന് ദുആ ചെയ്യുമ്പോൾ ദുആഇന് ഉത്തരം മുജറബാൻ. നാട്ടുകാർ പറയും ഇവിടെ ദുആഇന് ഉത്തരമുണ്ട് ഈ മഹാന്റെ ഹളറത്തിൽ. ഈജിപ്തുകാരനായ അലക്സാൻഡ്രിയക്കാരനായ ഇമാമുനാ ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വാക്കുകളാണ് ഈ ബുർദ എന്ന് പറയുന്നത്. ثم الرضا عن أبي بكر وعن عمر ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ സ്വല്ലി വസല്ലിം സ്വലാത്തും സലാമും വർഷിക്കണമേ ദായിമൻ അബദൻ എന്നെന്നും അലാ റസൂലിക അലാ ഹബീബിക നിന്റെ മെഹബൂബായ നബിയുടെ മേൽ സ്വലാത്തും സലാമും വർഷിക്കണമേ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠമായവരല്ലയോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ ജവാബായിട്ട് ചൊല്ലുന്നത്. മുമ്പൊക്കെ വഅലിന് ബുർദയുടെ വരികൾ ഓതിയിട്ടാ വഅല് തുടങ്ങുക. അതൊക്കെ പോയില്ലേ? അതൊരു വലിയ ബറക്കത്താണ്. വഅലിന്റെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബുർദയുടെ 4 വരി ആ സ്വലാത്തൊക്കെ ചൊല്ലുമ്പോൾ ഹബീബിന്റെ മദ്ഹല്ലേ. സുബ്ഹാനല്ലാഹ്. ആ സഅദ് റളിയല്ലാഹു അൻഹു സഅദിൻ സഈദിൻ അത് സഅദ് ഇബ്നു അബി വഖാസ്, സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സഅദിൻ സഈദിൻ സുബൈർ ഇബ്നുൽ അവ്വാം طلحة وأبي عبيدة وابن عوف عبد الرحمن بن عوف. പിന്നെ 4 ഖലീഫമാർ, സിദ്ദീഖ് എന്നവർ, ഉമർ എന്നവർ, ഉസ്മാൻ എന്നവർ, അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹും. ഈ 10 പേരാണ്. ആ 10 പേരിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന സഅദ് റളിയല്ലാഹു അൻഹു. അവർക്കൊരു ആടുണ്ടായിരുന്നു, ഒരു ആട്. ആ ആടിന്റെ പാലാണ് അവർ കുടിച്ചിരുന്നത്. ദാജിൻ വീട്ടിലാകെ അതേ ഉള്ളൂ. ആ ആടിന്റെ പാല് കുടിച്ചാണ് വളരുന്നത്, അവരുടെ കുടുംബം ജീവിക്കുന്നത്. ഒരു ദിവസം
ഒരു ദിവസം ഈ ആട് അയൽവാസികളുടെ തോട്ടത്തിൽ ചെന്ന് പുല്ല് തിന്നിട്ട് തിരിച്ചു പോന്നു. അവിടെ ചീരയും പച്ചയിലകളും പുല്ലുമുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആട് അവിടെ ചെന്ന് ശരിക്കും ഒന്ന് തിന്ന് വയറ് നിറഞ്ഞിട്ടാണ് അന്ന് വീട്ടിലേക്ക് വന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പെണ്ണ് പറഞ്ഞു, സഅദേ, നമ്മുടെ ആട് നമ്മുടെ കണ്ണ് വെട്ടിച്ച് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്നാണ് ഇന്ന് മേഞ്ഞു നടന്നത്. ഞങ്ങളത് അറിഞ്ഞില്ല, കണ്ടില്ല. അയൽവാസിക്കാരൻ ഇത് പൊരുത്തവുമല്ല. അവരുടെ സമ്മതം ചോദിക്കാതെയാണ് നമ്മുടെ ആട് അങ്ങോട്ട് കയറിയത്. ആ സംഭവം നടന്നതിൽ പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു ആ ഒരാടിന്റെ പാലാ കുടിക്കാറുണ്ടായിരുന്നത്. പിന്നീട് മരണം വരെ ആ ആട് ചത്തുപോകുന്നവരെ ഒരിക്കലും സഅദ് എന്നവർ ആടിന്റെ പാല് കുടിച്ചിട്ടില്ലെന്ന് മഹാന്മാരായ സ്വഹാബിമാർ. അതാണ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ ചോദിച്ചതിന് അല്ലാഹു ഉത്തരം കൊടുക്കുമായിരുന്നു. കാന മുസ്തജാബദ് ദഅവ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇറാഖിന്റെ ഗവർണറാണ് മഹാനായ സഅദ് എന്നവർ. ഇറാഖിന്റെ ഗവർണറാണ്. ഇറാഖിലേക്ക് ഗവർണർമാരെ നിയോഗിച്ചു. സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക്, ദമഷ്കിലേക്ക്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസ്തരായ സ്വഹാബിമാരെ ഗവർണർമാരായി നിയമിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പോയത് ഇറാഖിലേക്കാണ്. ഇറാഖിലെത്തിയപ്പോ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ചെറിയ വസ്വാസ്. മൂല്യരെ പറ്റി ഉസ്താദ്മാരാകുമ്പോൾ അങ്ങനെയാണല്ലോ. ബസ്സിൽ വന്ന ഉസ്താദ് വലത്തേക്കാല് വെച്ചിട്ടാണോ ഇറങ്ങിയത്? ബസ്സെന്ന് കയറിയപ്പോൾ ഇടത്തേക്കാലാണല്ലോ വെച്ചത്. ഇങ്ങനെ വെറുതെ ഉസ്താദ്മാരെ കാൽമുക്കം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും, എല്ലാ നാട്ടിലും ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാത്ത ആരെയും കിട്ടുമോ? എല്ലാവർക്കും നമുക്ക് എത്ര കുഴപ്പമുണ്ട്, നമ്മളൊക്കെ നോക്കാൻ നോക്കണ്ടേ നമ്മൾ. എന്നിട്ട് അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു നല്ല മഹാനാണ്. സഅദ് തങ്ങളെ പറ്റി പരാതി ഉമർ തങ്ങളുടെ അടുത്തേക്ക്. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലേക്ക് പോകുന്ന ഹബീബിന്റെ സ്വഹാബിയെ കുറിച്ച് നാട്ടുകാരുടെ വക മഹല്ല് ഭാരവാഹികൾ കത്തെഴുതി കൊടുക്കുക, സഅദ് എന്നവരെ പിൻവലിക്കണം, അദ്ദേഹത്തെ ഇവിടെ പറ്റൂല, അദ്ദേഹത്തിന് ഭരണം നടത്താൻ അറിയൂല, സഅദ് റളിയല്ലാഹു തആല അൻഹു നീതിയോടുകൂടെ ഓഹരി വെക്കുന്നില്ല, ഭീരുവാണ്, പേടിത്തൊണ്ടനാണ്, ഞങ്ങളുടെ കൂടെ ധർമ്മസമരത്തിന് വരാറില്ല. ഉമർ തങ്ങളുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ പരാതി വന്നാൽ ചാടി പുറപ്പെടൂല. അത് ശരിയാണോ എന്ന് അന്വേഷിക്കും. അത് നമ്മളും ചെയ്യണം. فتبينوا يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. سورة الحجرات. ആരെങ്കിലും ഒരു ന്യൂസ് വിട്ടാലേ നിങ്ങളത് ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുതേ, അതിന്റെ ഒറിജിൻ എവിടെയാണെന്നറിയാതെ. അതതിന്റെ അർത്ഥം. കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യണ്ട. എത്ര വാട്സപ്പുകൾ അങ്ങനെ നടക്കാറുണ്ട്. അവസാനം പറയേ അതങ്ങനെ അല്ലല്ലോ, അത് വെറുതെ വിട്ടേന്നല്ലോ. സുബ്ഹാനല്ലാഹ്. എന്നോ നടന്നത് നവംബർ 1 നടന്നാന്ന് പറയാം. അത് 2017 നവംബറിന് സംഭവിച്ചതാണ്. 2019 ഇന്നത്തെ പുതിയ വാർത്തയാണ് കേട്ടോ എന്നാ സാധു ഫോർവേഡ് ചെയ്യും. അപ്പൊ എല്ലാവരും കണ്ടോളൂ, സംഗതി എന്നോ നടന്നതാണ്. എവിടെയോ നടക്കുന്നത് എന്തൊക്കെയോ അടിക്കുറിപ്പ് കൊടുക്കും. സുബ്ഹാന ജല്ല ജലാലുഹു. ഒന്നും വിശ്വസിക്കാൻ വയ്യല്ലോ. ഉമ്മമാർക്ക് പാവങ്ങളായി പെണ്ണുങ്ങൾ ഒരു കാര്യത്തിലാണ്. എന്തൊക്കെ വീഡിയോകളെ എന്തെല്ലാം മിക്സ് ചെയ്ത് വിടാൻ പറ്റും. തബയ്യനു, നിങ്ങൾ ഉറപ്പുവരുത്തണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹുദ്ഹുദ് പക്ഷി, വുഡ് പെക്കർ, ഹൂപ്പു, ഹൂപ്പോ, إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹുപ്പോ, ആ മരംകൊത്തി പക്ഷി, സുലൈമാൻ നബിയെ യമനിൽ ഭരണം നടത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. അവൾക്ക് അധികാര പീഠമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. وجدتها وقومها يسجدون للشمس من دون الله. ഷീബാരാജ്ഞിയും അവരുടെ നാട്ടുകാരും അല്ലാഹുവിനെ വണങ്ങാതെ സൂര്യനെ ആരാധിക്കുന്നവരാണ്. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും. അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് പിശാച് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫസദ്ദഹും അൻ സബീലി ഫഹും ലാ യഹ്തദൂൻ. ഈ ാണ് ഹുദ്ഹുദ് പക്ഷി വന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തു പറഞ്ഞു? ഖാല സനൻദുറു
അസ്വദഖ്ത അം കുൻത മിനൽ കാദിബീൻ. ഹുദ്ഹുദ് പക്ഷിയെ, നീ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് തീരുമാനം പറയാം. അതാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റൂമറുകൾ സ്പ്രെഡ് ചെയ്യരുത്, അത് വലിയ കുറ്റമാണ്. ഖീല വഖാൽ, ആര് പറഞ്ഞു, അഡ്രസ് ഇല്ല, എവിടെ നിന്ന് കിട്ടി, ആരും, അങ്ങാടിയിലെ പാട്ടാണല്ലോ, ഈ പാട്ടാരാ പാടുന്നത്, ആരെയും ഒറ്റ പാട്ടുകാരനുമില്ല, അങ്ങാടി പാട്ടാണല്ലോ എന്ന് പറയും. ആരായി പാടുന്നത് അങ്ങാടിയിൽ? ആർക്കും ഒരു തുമ്പും വാലും ഇതിന് കൊടുക്കാനില്ല. അത്തരം വാർത്തകൾ ഒരു മുസ്ലിം പറയരുത്, എടുത്തുദ്ധരിക്കരുത്, ആർക്കും ഫോർവേഡ് ചെയ്യരുത്. നമുക്ക് നിയമമാണ് ഇസ്ലാമിന്റെ നിയമമാണ്. അഡ്രസ് ഇല്ലാത്ത വാർത്തകൾ പറയരുത്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുക്കാൻ പോകുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു ഇറാഖുകാരോട്, ഇറാഖിൽ അല്ലെങ്കിൽ ഒരൊറ്റ മൂലം വരെ നിൽക്കാറില്ല എന്നാണ്, ചില മഹല്ലങ്ങൾ ഉണ്ടാവും. ഇറാഖിൽ പോയ എല്ലാ ഗവർണർമാരും കുറച്ച് കഴിഞ്ഞാൽ അവർ പോരും, ഈ നാട് ശരിയാവില്ല, ഭയങ്കര പ്രയാസം ഇറാഖിൽ ജോലി ചെയ്യാൻ അന്നത്തെ കാലത്ത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, സഅദിനെ പറ്റിയുള്ള അഭിപ്രായം നോക്കട്ടെ. അങ്ങനെ ഉമർ തങ്ങളുടെ പ്രതിനിധി വന്നു. ഉമർ തങ്ങളുടെ പ്രതിനിധി വരുന്നു ഇറാഖിലേക്ക്. അപ്പോൾ തേങ്കുപ്പിണ്ട്, അത് പിന്നെ ഇറാഖ് കൊടുത്തേക്കാൻ വയ്യ, നമ്മളിവിടെ തന്നെ വേണത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു നല്ലൊരു സംഖ്യ അങ്ങനെ പറഞ്ഞ പോരെ, ഇത്രയല്ലേ ഉള്ളൂ, ആകത്രേ ഉള്ളൂ. ഇനിയുണ്ടോ? ഇതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30 ഉള്ളൂ. ഒരു 1000 റുപ്യ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ 500. കുറച്ച് ആൾക്കാർക്ക് ചാൻസ് ഉള്ളൂ. അള്ളാഹു അതിൽ ശിഫ നൽകട്ടെ. തേനാണ്, അള്ളാഹു ശിഫയുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ്. മുഅ്മിനീങ്ങൾക്ക് പിന്നെ അതിലപ്പുറം വേറൊന്നും വേണ്ട. അള്ളാഹു അത് ഉപയോഗിക്കുന്ന വലിയ രോഗമുള്ളവരുണ്ടാകും, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് മാറാത്ത അസുഖങ്ങളുണ്ടാകും. അള്ളാഹുവെ, നീ ഈ തേനിൽ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ സമയത്തേക്ക് എത്താൻ ഇനി 13 മിനിറ്റേ ബാക്കിയുള്ളൂ. അവൻ്റെ ഇടക്കത് ഇൻഷാ അല്ലാഹ് വിതരണം ചെയ്ത് കഴിയണം. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി അന്വേഷിക്കാൻ എന്താ പറയുക, സമയം പറയണത്, ആർക്കെങ്കിലും മൂത്രയ്ക്കാൻ മുട്ടുണ്ടെങ്കിൽ കുടിച്ചിക്കാൻ പറ്റുന്നില്ല, അത്ര നേരം നിന്നാൽ മതി എന്ന് പറയാനാ. മൂലയിൽ പാതിരാക്കുമോ എന്ന് പേടിക്കണ്ട. ആ കറക്റ്റ് ടൈം ടു ടൈമാണ് നമ്മുടെ പരിപാടി. പറഞ്ഞ ടൈമിന് തുടങ്ങുക, പറഞ്ഞ ടൈമിന് അവസാനിപ്പിക്കുക. മുഷിപ്പിക്കരുത്, ബോറടിക്കരുത്. ദീൻ കേട്ടിട്ട് ബോറടിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പറഞ്ഞതൊക്കെ നമുക്കനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹലാലിനെ കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ, ഒരുപാട് ഹദീസുകളാണ് കേട്ടത്, ഒരുപാട് ആയത്തുകളാണ് അറിഞ്ഞത്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അറിയാൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദൂതനെ പറഞ്ഞയച്ചു ഇറാഖിലേക്ക്. ഇറാഖിലെത്തിയപ്പോൾ അദ്ദേഹം ഓരോ പള്ളിയിലും കയറി ആ പള്ളിക്കാരോട് പറഞ്ഞു, ഇതാ ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന ഇറാഖിന്റെ അമീറിനെ പറ്റി ചോദിക്കാൻ വന്നതാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ജമാഅത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും, ആർക്കും ഒരു പരാതിയില്ല. അടുത്ത പള്ളിക്ക് പോയി, ഞാൻ ഉമർ എന്നവരുടെ ഖലീഫയുടെ ദൂതനാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ. അന്ന് രാജ്യങ്ങൾക്ക് പ്രസിഡന്റ് അല്ല, മദീന ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനം. പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഗവർണർമാരാണ്. ഓരോ രാജ്യത്തിനും പ്രസിഡന്റോ രാജാവോ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഗവർണർ, ഇവരെയൊക്കെ ഭരിക്കുന്ന ഖലീഫ മദീനയിൽ. അങ്ങനെയാണ് ഖിലാഫത്തുർ റാഷിദയുടെ ആദ്യകാലം. പിന്നെ അലി റളിയല്ലാഹു അൻഹു ആസ്ഥാനം ഇറാഖിലേക്ക് മാറ്റിയിരുന്നു. അതൊക്കെ പിന്നെ ചരിത്രത്തിന്റെ മറ്റു വശങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതൻ ഓരോ മസ്ജിദിലും കയറി ചോദിച്ചിറങ്ങി. അവസാനം മസ്ജിദ് ബനി അസദ്, ഇറാഖിലെ ഒരു ഗോത്രം, ബനു അസദ് ഗോത്രത്തിന്റെ പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞു. കാര്യമായ പരാതി വരുന്ന മഹല്ലാണത്. അപ്പോ ദൂതൻ അവിടെ നിന്ന് ചോദിച്ചു, അല്ല സഅദ് എന്നവരെ കുറിച്ച് വല്ല പരാതി ഉണ്ടോ? ഒരൊറ്റ കുട്ടി ഉണ്ടെന്നില്ല. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല, ഒന്നുമില്ല. ഉറപ്പല്ലേ? ഇല്ല എന്ന് പറഞ്ഞിന് വേറെ പരാതി വരരുത്. ഞാൻ അമീറുൽ മുഅ്മിനീൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പോവാൻ. അപ്പൊ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ ചോദിച്ച ശരിക്ക് ഞാനൊരു പരാതി പറയാം. എന്താ പരാതി? പറഞ്ഞോളൂ. ഈ സഅദ് അമാ ഇൻ സഅൽതനാ ബില്ലാഹ് ഫലാ ബുദ്ദ അൻ നസ്ദുഖക, ചോദിച്ചതുകൊണ്ട് പറയാണ്, സത്യം പറയാണ് എന്ന് പറഞ്ഞു. ഒരാൾ പറയണ നുണയാണ്, എന്നിട്ടാണ് പറഞ്ഞ ഞാൻ സത്യം പറയാണ്.
എന്നിട്ട് എന്ത് പറഞ്ഞു? സഅദ് അമാ ഇന്ന സഅദൻ ലാ യഖ്സിമു ബിസ്സവിയ്യ, ജനങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടത് ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല. വലാ യഅദിലു ഫിൽ ഖദിയ്യ, ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീതി പഠിപ്പിക്കേണ്ട സ്ഥാനത്ത്, നീതി സ്ഥാപിക്കേണ്ടിടത്ത് സഅദ് റളിയല്ലാഹു അൻഹു നീതി ഉണ്ടാകാറില്ല. സ്വഹാബിനെ പറ്റി പറഞ്ഞ നീതി ചെയ്യൂല. പിന്നെ പറഞ്ഞു വലാ യഖ്റുജു ഫിസ്സരിയ്യ, ആള് പേടിത്തൊണ്ടനാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ സഅദ് എന്നവരോട് ഇരിക്കും, ഞങ്ങളൊക്കെ പോയിട്ട് യുദ്ധം ചെയ്ത് വരലാണ്. നുണയാണ് അയാളെ പറഞ്ഞത്. സഅദ് തങ്ങൾക്ക്, നമുക്കുണ്ടല്ലോ അങ്ങനെ ഈ കണ്ണടച്ചിരുട്ടാക്കുന്ന വർത്താനം കേട്ടാൽ ഒരു സങ്കടം വരാൻ. എന്താ ചെയ്യ പടച്ചവനെ? ആളുകൾ മൊത്തം നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. നമുക്കറിയാം, അള്ളാഹു അറിയാം ആ വിഷയം അങ്ങനെയല്ല. മനുഷ്യന്മാര് പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ആളുകൾക്ക് ഈ പ്രശ്നേ സമാധാനത്തിന് പറയും. ആളുകളുടെ പ്രകൃതി അങ്ങനെയാണ്. ഒരാൾക്കൊരു കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഇബ്ലീസ് മനസ്സിലുള്ളവരിട്ടോ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. എല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്നാണ് വിചാരിക്കേണ്ടത്. എല്ലാവരും നമ്മളെ മോശമുള്ളൂ, ബാക്കിയൊക്കെ നല്ലവരാണ്. അങ്ങനെയാണ് നമ്മളെ പറ്റി വിചാരിക്കേണ്ടത്. നമ്മൾ മോശമാണ്, ബാക്കിയുള്ളവരൊക്കെ ഉഷാറാണ്. അങ്ങനെ മുഅ്മിൻ വിചാരിക്കേണ്ടത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം പൊട്ടി. സഅദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ കൂടെ ഉഹദിൽ യുദ്ധം നടക്കുമ്പോൾ നബി തങ്ങളുടെ കൂടെയുള്ള സ്വഹാബിമാർ ചിന്നിച്ചിതറിയോടിയപ്പോൾ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ ഒരു പാറയുടെ ഒരു കട്ടുണ്ടായിരുന്ന ഒരു പാറയുടെ ഒരു എന്താ പറയാ, രണ്ട് പാറക്കഷ്ണങ്ങൾ വിടർന്നു നിൽക്കുന്ന ഒരു ഇടയുണ്ട്. ആ ഇടയിൽ പോയി നബി തങ്ങൾ ഒളിച്ചിരുന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത കാലം വരെ മദീനയിലെ സുഹൃത്തുക്കളൊക്കെ അവിടെ നല്ല സുഗന്ധമുണ്ട് പറഞ്ഞിരുന്നു. കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ മതിലൊക്കെ വെച്ച് മൂടിയിരുന്നു. നബി തങ്ങൾ ഒളിച്ചിരുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഇപ്പോഴും നല്ല സുഖം. ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് അവരൊക്കെ വേലിക്കിട്ട് മൂടിയിട്ട് ഇവിടെ ഒന്നുമില്ല പൊയ്ക്കോളി എന്ന് പറയലാണ്. സാധാരണ അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. തങ്ങൾ ആ ഒളിച്ചിരിക്കാൻ വേണ്ടി പോകുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അമ്പുകളെയും തുരത്തോടിച്ച് ശത്രുക്കൾക്കെതിരെ അമ്പെയ്യുന്നുണ്ട്. എല്ലാ സ്വഹാബിമാരും ബഹുഭൂരിഭാഗം ആളുകൾ ചിന്നിച്ചെതിരിയോടി. ചരിത്രം നമുക്കറിയാം. ജബലുർ റമാത്ത് എന്നൊരു ചെറിയ കുന്നാണ്. നമ്മളൊക്കെ കയറി ഇറങ്ങും അല്ലേ? ആ കുന്ന് ഉംറക്ക് പോകുമ്പോൾ കാണൂലേ? ഉഹദ് യുദ്ധം നടന്ന സ്ഥലമാണിത്. ഇവിടെ നബി തങ്ങൾ അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു, 10-70 പേർ. അവരെ താഴെ ഇറങ്ങി. അപ്പോഴാ സഅദ് എന്നവർ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിറകിലൂടെ വന്ന്, അന്ന് ഖാലിദ് ബിൻ വലീദ് എന്നവർ മുസ്ലിമല്ല. അങ്ങനെ വലിയ നഷ്ടമുണ്ടായി ഉഹദിൽ. ചരിത്രം അറിയാം. ആ സമയം സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെയുണ്ട്. അമ്പെയ്ത്തിന്റെ മികവ് കണ്ടുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇർമി സഅദൻ ഫിദാക അബീ വ ഉമ്മീ, സഅദേ അമ്പെയ്തോളു സഅദേ, ധീരമായി മുന്നേറിക്കോളു സഅദേ, എന്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ദണ്ഡമാണ്. നബി തങ്ങൾ പറഞ്ഞു, തങ്ങളുടെ ഉമ്മയും ഉപ്പയും എന്റെ ഉമ്മയെയും വാപ്പയെയും നിങ്ങൾക്ക് സമർപ്പിക്കാം സഅദേ എന്ന ഒരു സ്നേഹത്തിന്റെ വാക്ക് നബി തങ്ങൾ സഅദ് എന്നവരോടല്ലാതെ സ്വഹാബിമാരിൽ ഒരാളോടും പറഞ്ഞിട്ടില്ലെന്നാണ്. ഇർമി ഫിദാക അബീ വ ഉമ്മീ, സഅദേ എന്റെ ഉമ്മയും ഉപ്പയെക്കാളും നിങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് സ്നേഹം കൊണ്ട് പറയുന്നൊരു പ്രയോഗമാണത്. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്ത സഅദ് എന്നവരെ പറ്റി, സഅദ് എന്നവർ യുദ്ധത്തിന് വരില്ല. സുബ്ഹാനല്ലാഹ്. ജമാഅത്ത് നിസ്കരിക്കുന്ന ഉസ്താദിനെ പറ്റി നിസ്കരിക്കുന്നില്ല, എങ്ങനെ ഉണ്ടാവും? സഅദ് റളിയല്ലാഹു തആല അൻഹു ദുആ ഇറക്കാൻ പോകുന്നു. തന്റെ ആട് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്ന് പച്ചയിലകൾ തിന്നു വന്നതിന് ശേഷം ആ ആടിന്റെ പാല് കുടിക്കാത്ത സഅദ് റളിയല്ലാഹു അൻഹു, നബിയേ എനിക്ക് അല്ലാഹു ദുആക്ക് ഉത്തരം നൽകണം നബിയേ എന്ന് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ആ ഒരു അഭ്യർത്ഥനക്ക്, സഅദേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാസമില്ലാതെ ജീവിതത്തിൽ പുലർത്തുന്ന ദുആ ഉത്തരമുള്ള സ്വഹാബിയാണത്. സഅദ് റളിയല്ലാഹു അൻഹു ദുആ ഇറക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, തന്റെ മുമ്പിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന് കാണുമ്പോൾ പിന്നെ അവന്റെ സപ്പോർട്ടിന്റെ കവാടം അല്ലാഹു തുറന്നു തരും. അല്ലാഹുവിലേക്ക് കൈയുയർത്തും. അല്ലാഹുമ്മ പടച്ചവനേ, ഇൻ കാന അബ്ദുക ഹാദാ,
ഖാമ റിയാഅൻ വസുംഅതൻ. അല്ലാഹുവേ, ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് എന്നെപ്പറ്റി പരാതി പറഞ്ഞത് ആ മനുഷ്യനൊരു മുന്തിയ ആളാണെന്ന് പറയാനും താനിവിടെ വർത്തമാനം പറയാൻ അധികാരിയാണെന്ന് വരുത്തി തീർക്കാനുമാണെങ്കിൽ, സത്യമല്ലെങ്കിൽ നോക്കണം, അങ്ങനെയാണ് നേരാണ് ദ്വാരക്കല്ല, അള്ളാഹു നശിപ്പി, അങ്ങനെയല്ല. ആ പറഞ്ഞത് സത്യമല്ലെങ്കിൽ, അയാൾ അന്യായമാണ് എന്നെപ്പറ്റി പറയുന്നതെങ്കിൽ ഫഅതിൽ ഉംറഹു, അയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അതിൽ ഉംറഹു, ദീർഘായുസ് കൊടുക്കണേ. പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് പിന്നെ വരാനുണ്ട്. വഅദിം ഫഖറഹു, അയാളുടെ ദാരിദ്ര്യം നീട്ടിക്കൊടുക്കണമേ. വഅർളിഹു ലിൽ ഫിതൻ, അവനെ ഫിത്നകൾക്ക് പാത്രീഭൂതനാക്കണേ, ഫിത്നകളിൽ അകപ്പെടുത്തേണമേ. ഇത് പറഞ്ഞിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയാണത്. അല്ലാഹുവേ, എന്നെപ്പറ്റി ബനു അസദ് ഗോത്രത്തിലെ ഈ മനുഷ്യൻ പരാതി പറഞ്ഞത് അന്യായമാണെങ്കിൽ ഈ മനുഷ്യനെ ഒരുപാട് ആയുസ് കൊടുക്കുകയും അയാൾക്ക് ദാരിദ്ര്യം കൊടുക്കുകയും ആ വയസ്സൻ പ്രായത്തിലും വാർദ്ധക്യത്തിലും അയാൾ ഫിത്നയിൽ അകപ്പെടുന്ന അവസ്ഥയിലാവണം എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ അധികാരം ഏറ്റെടുക്കില്ല, ഇനി എനിക്ക് അധികാരം വേണ്ട, എനിക്കിനി ഇറാഖിന്റെ വിലായത്ത് വേണ്ട, ഒരു രാജ്യത്തിന്റെയും ഗവർണറായിട്ട് ഞാൻ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇറാഖിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർ വഫാത്താവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ ഈ പരാതി പറഞ്ഞ ബനു അസദുകാരൻ, ഇറാഖുകാരൻ അപ്പോഴും മരിച്ചിട്ടില്ല. അയാൾക്ക് 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 110 ആ മനുഷ്യന്റെ കണ്ണിന്റെ കൺപോളകൾ കണ്ണിലേക്ക് വീഴാറായി, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും പ്രായമായി. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിട്ട് ബഗ്ദാദിന്റെ തെരുവുകളിൽ അദ്ദേഹം ഭിക്ഷായാചന നടത്താൻ തുടങ്ങി. 110 വയസ്സുള്ള മനുഷ്യൻ ഭിക്ഷപാത്രവുമായി ഇറാഖിന്റെ അങ്ങാടികളിൽ, ഇറാഖിലെ സൂക്കിൽ ഇയാൾ ചെല്ലും. അങ്ങനെ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ തന്റെ കൈകൊണ്ട് പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊടും. അപ്പൊ ആളുകൾ പറയും, മനുഷ്യ, ഈ തൊണ്ടൻ പ്രായമായ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ദുസ്വഭാവം മാറിയിട്ടില്ലേ? ഒരു ചെറുപ്പക്കാരൻ ചെയ്താൽ തന്നെ മോശമാണിത്. ഈ പ്രായമായ നിങ്ങളാണോ പെൺകുട്ടികളെ ഇവിടെ നടക്കാൻ സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തുന്നത്? ആ മനുഷ്യനെ ഫിത്നയിൽ അകപ്പെടുത്തണേ എന്നാണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ പ്രായത്തിലും പെൺകുട്ടികളെ ആ തോണ്ടാൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾ എന്നെ ചീത്ത പറയല്ലിൻ. അസ്വാബതിനി ദഅവത്തുർ റജുലിസ് സാലിഹ് സഅദ് ഇബ്നു അബീ വഖാസ്. പെൺകുട്ടികൾ ആഗ്രഹമുണ്ടായിട്ടല്ല ഞാനത് ചെയ്യുന്നത്, പക്ഷെ എന്നിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വാലിഹായ സഅദ് ഇബ്നു അബീ വഖാസ് എനിക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ടല്ലോ, ആ ദുആ ആണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യനെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തേ കാരണം? ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അത് അർശിലേക്ക് പോയി തട്ടുന്ന ദുആയാണ്. അത് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ദുആയാണ്. നബിയേ, എനിക്ക് ദുആക്ക് ഉത്തരം വേണം, എനിക്ക് ദുആക്ക് ഉത്തരമുള്ള ആളാക്കണം നബിയേ. സഅദേ, ഹലാല് തിന്നണേ, ഹലാല് ഭക്ഷിക്കണേ, നിങ്ങളുടെ വായിലൂടെ പോകുന്നത് ഹലാലാവണേ. അല്ലാഹു നിങ്ങളുടെ ദുആക്ക് ഉത്തരം തരും. ആ ദുആക്ക് ഉത്തരമാണ് സഅദ് തങ്ങളിൽ കണ്ടത്. ആ ഉത്തരമാണ് സുഫിയാൻ ഇബ്നു സഈദ് തൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖിൽ നിന്ന് യമനിലേക്ക് ഓടി വന്ന മഹാനായ സുഫിയാൻ തൗരിയിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമുക്കും അത് സാധ്യമാകും. ഇനിയുള്ള ദിവസം മുതൽ അങ്ങോട്ട് മുന്നോട്ട് ഒരു ഹറാമിന്റെ പൈസയും എനിക്ക് വേണ്ട, നുണ പറഞ്ഞ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല, വഞ്ചനയുള്ള ഒരു ഏർപ്പാടും വേണ്ട. അതിന് പ്രയാസമാണ്, എന്നാലും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മതി എന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. അള്ളാഹു നമ്മെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. യുവാക്കളെ, ചെറുപ്പക്കാരെ, മയക്കുമരുന്നിൽ നിന്ന് വിട്ടു നിൽക്കണേ, മദ്യപാനം നിന്ന് വിട്ടു നിൽക്കണമേ. നിബിധങ്ങൾ പറഞ്ഞു, മൻ ശരിബൽ ഖംറ ഫിദ് ദുനിയ, ഈ ലോകത്താരെങ്കിലും മദ്യപിച്ചാൽ കാന ഹഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ ത്വീനത്തിൽ ഖബാലി യൗമൽ ഖിയാമ, നരകത്തിൽ കത്തിയാളുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലം, അതാണ് ദുനിയാവിൽ മദ്യപിച്ചവർക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്
ഉപയോഗിച്ചവർക്ക് അള്ളാഹു നൽകാൻ പോകുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒന്നുകൂടെ പറഞ്ഞു. മൻ മാത മുദ്മിന ഖംറിൻ, മദ്യത്തിന്റെ ലഹരിയിൽ, മയക്കുമരുന്നിന്റെ ലഹരിയിൽ എങ്ങാനും ഒരാൾ മരിച്ചാൽ, എത്ര യുവാക്കളാണ് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് മരിച്ചു പോയത്, എത്ര ആളുകളാണ് ലഹരിയിൽ മരിച്ചു പോയത്. അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ ലഖിയല്ലാഹ കആബിദി വഥനിൻ, ബിംബാരാധന ചെയ്യുന്നവരെ പോലെയാണ് അവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ.